പ്രൈസ് ലോർഡ്. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തെ ഓർത്ത് പശ്ചാത്തലത്തിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിനു വേണ്ടി കർത്താവെ മറുപടി ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങളെല്ലാവരും എൻ്റെ പാദത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ തന്നല്ലോ, ദീർഘായുസ് തന്നല്ലോ, ബലം തന്നല്ലോ, സുഖം തന്നല്ലോ, അത് രാവിലെ എഴുന്നേൽപ്പിച്ചല്ലോ. അതിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി ഇരുന്ന് ഈ പ്രാർത്ഥന രസിക്കുന്ന ഓരോ നിൻ്റെ കുഞ്ഞുങ്ങളെയും കരങ്ങളിൽ പ്പിക്കുന്നു. കർത്താവരെ ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. അവരുടെ ഭാവി ജീവിതങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാത്തിനും കർത്താവ് മറുപടി കൊടുത്ത് കൃപയിൽ നിൽക്കുവാൻ, സത്യത്തിൽ നിൽക്കുവാൻ, ദൈവത്തോട് അടുത്തിരിക്കുവാൻ, ദൈവഹിതം ചെയ്യുന്ന കുഞ്ഞുങ്ങളായി മാറുവാൻ, വരവിന് വേണ്ടി പ്രത്യാശയുള്ളവരായിരിക്കുവാൻ, ഒരുക്കമുള്ളവരായിരിക്കുവാൻ എൻ്റെ കർത്താവെ കറയില്ലാതെ ദൈവസമ്മതം ഉണ്മ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി കാണുവാൻ, സത്യ പരമാർത്ഥത്തിലായി കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് നിന്റെ നാമത്തെ അപേക്ഷിക്കുന്നു. അതിനെ ബലപ്പെടുത്തിക്കാട്ട്, കൃപയ്ക്കുള്ള മറച്ചാട്ട്, വൻകാര്യം ചെയ്താട്ട്, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എമേജി ഗോസ്പൽ വോയിസ് മൂലമായി പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു, വാഴ്ത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1211 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റോമറിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 26 വാക്യം നമ്മൾ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇന്ന് അതിൻ്റെ 27 വാക്യത്തെ നമ്മൾ ധ്യാനിക്കാൻ പോകണം. അവിടെ പറയുന്നത് 27 വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം, നല്ല ശ്രദ്ധിക്കണം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഈ വാക്യം നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണ്, നിങ്ങളിത് പ്രബോധിപ്പിച്ചവരാണ്, പ്രസംഗിച്ചവരാണ്, വിശ്വസിക്കുന്നവരാണ്. എങ്കിലും മറുപടിയും അതിലൊരു രഹസ്യത്തെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരിക്കുക. അനേകരുടെ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കരയുന്നു. ഇനി ഉപവസിക്കാനുള്ള ബലമില്ല, പ്രാർത്ഥിക്കാനുള്ള ശക്തിയില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ട് മറുപടി ലഭിക്കുന്നില്ല. പ്രാർത്ഥനയുടെ ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താ നമ്മൾ കണ്ടത്? അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല അല്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. ഓക്കെ, ഇന്ന് അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുകയാണ്. എങ്ങനെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതേ സമയത്ത് എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്, അപ്പൊ ആത്മാവ് ആർക്ക് വേണ്ടിയ പക്ഷപാതം ചെയ്യുന്നത്? വിശുദ്ധർക്ക് വേണ്ടി. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കറയില്ലാതെ പാപമില്ലാതെ വിശുദ്ധീകരിക്കപ്പെട്ടവളായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. നിങ്ങളിപ്പോൾ ചോദിക്കാൻ, പരിശുദ്ധാത്മാവെ എന്തുകൊണ്ട് എനിക്ക് നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല? നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചിട്ടില്ല. ആത്മാർത്ഥമായി ദൈവസന്നിധാനത്തിൽ ഒരഴുക്ക് പോലും ഇല്ലാതെ, കറയില്ലാതെ ആത്മാർത്ഥമായിരിക്കുന്ന വിശുദ്ധന്മാർ അവർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. ഉടനെ അപ്പോൾ പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുടനെ മറുപടി ലഭിച്ചോ? ഇല്ല. അടുത്ത് നോക്കണം, അവിടാണ് വിഷയം ഇരിക്കുന്നത്. അവിടെ എന്ത് പറയുന്നു? എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്താലും സ്വർഗത്തിലിരിക്കുന്ന അപ്പച്ചൻ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയാണ്, നമ്മുടെ ആത്മാവിനെ പരിശോധിക്കുകയാണ്. ഈ വിഷയത്തിന് മറുപടി കൊടുക്കുവാൻ ഇവൻ യോഗ്യനാണോ, ഇവൾ യോഗ്യനാണോ എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പൈസ കൊടുത്തോ, വെള്ളി കൊടുത്തോ, പൊന്ന് കൊടുത്തോ, ചോറ് കൊടുത്തോ, കാറ് മേടിച്ചു കൊടുത്തോ നമ്മുടെ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് കാശ് കൊടുത്താൽ കള്ളപ്രവാചകം പറയാൻ ഒത്തിരി പേര് കേരളത്തിലുണ്ട്, നാട്ടിലുണ്ട്. അമ്മാർക്ക് ഇരിക്കാൻ നേരമില്ല, പണത്തിനും പഞ്ഞമില്ല. കള്ളപ്രവാചകം പറഞ്ഞു വിളിച്ചോണ്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് നമ്മൾ സമ്പാദിക്കുന്ന പണമെല്ലാം വാരി അവന് കൊടുക്കുകയാണ്. നമ്മൾ മയങ്ങിക്കിടക്കുകയാണ്, അവന്റെ വലയിൽ വീണ് കിടക്കുകയാണ്. കള്ളപ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ പുറകെ ഓടുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്നത് നിങ്ങൾ വിശുദ്ധന്മാരല്ല. നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ പറയുന്നത് ആത്മാവിന്റെ ചിന്ത എന്നെന്ന് ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത
നിങ്ങളുടെ എൻ്റെ ആത്മാവിന്റെ ചിന്ത എന്തുവാ? എത്ര പേരുടെ നമ്മൾ പിണങ്ങിയിരിക്കുന്നുണ്ട്, എത്ര പേരുടെ അസൂയുണ്ട്, എത്ര പേരുടെ കുശുമ്പുണ്ട്, എത്ര പേരുടെ കുറ്റം നമ്മൾ പറയുന്നുണ്ട്, എത്ര കള്ളം നമ്മൾ ചില നേരത്തെ പറയുന്നുണ്ട്, എത്ര കള്ളം ഒരു ദിവസം പറയുന്നു. ചിന്തിച്ചു നോക്കി, എന്തുമാത്രം ദൈവത്തിന്റെ കൊടുക്ക വേണ്ടിയ പങ്ക്, ദൈവത്തിന്റെ ഓഹരി എത്ര പ്രാവശ്യം നമ്മൾ എടുത്ത് കട്ടെടുത്തിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി. അനന്യാസ് സബീറമാർ നമ്മൾ ചത്തുപോകേണ്ട കേസ് കൃപ കൊണ്ട് ചാകാതിരിക്കുന്നു, കൃപ കൊണ്ടാണ് ചാകാതിരിക്കുന്നത്. അപ്പോ ഇങ്ങനത്തെ കള്ളത്തരങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ട്, നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ജീവിച്ചിട്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കരയുന്നുണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മറുപടി ലഭിക്കും എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തൊരു പ്രയോജനവും ഇല്ല. അപ്പച്ചൻ വന്ന് ക്ലിയർ ആയിട്ടേ ചെയ്യത്തുള്ളൂ. അന്ന് യേശു ക്രിസ്തു ലോകത്തിലേക്ക് ഒന്ന് ജനിക്കണം, ഒരു മനുഷ്യ അവതാരം എടുക്കണം, അതിനൊരു പാത്രം വേണം. അതിന് പാത്രം തേടിയപ്പോൾ കിട്ടിയതാണ് ആ മറിയ. അവളെ കുറിച്ച് സ്വർഗം സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എവിടെയും പോയി അന്വേഷിച്ച്, നമ്മളൊരു കല്യാണം എന്ന് പറയുമ്പോൾ ചുറ്റുപാടും ചർച്ചിലും എല്ലാം പോയി നമ്മൾ ചോദിക്കും, ഈ കുടുംബം നല്ലതാണോ, ഇത് യോഗ്യമാണോ, ഈ കുഞ്ഞെ എടുക്കാമോ, ഇവരെങ്ങനെയുണ്ട് ഈ ഭവനം, നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ ചിന്തിക്കും. ഇതങ്ങനല്ല. സ്വർഗത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വരുന്നു. അവൾ കറയില്ലാത്തവൾ, അവൾ പുരുഷനെ അറിയാത്തവൾ, അവൾ കന്യക എന്നുള്ള സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ നിന്ന് വരുന്നു. അവിടെ പാത്രം മാത്രമേ അതിനന്ന് ഒരുക്കമുള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ ചരിത്രം നോക്കുമ്പോൾ, ഇന്ന് അബ്രഹാം, ഈസാക്ക്, യാക്കോബ് എല്ലാം വലിയ വലിയ ആൾക്കളല്ലേ വേദപുസ്തകത്തിൽ. ഇയ്യോബിന്റെ ചരിത്രം നോക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്? ഇയ്യോബിനെ പോലെ നിഷ്കളങ്കൻ പരിശുദ്ധമുള്ള ആരും ലോകത്തിലെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ദൈവം കൊടുക്കുകയാണ്. മോശയെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ തന്റെ ഭവനത്തിലും ദേശത്തിലും എവിടെയും നിഷ്കളങ്കതയുള്ളവൻ, വിശ്വസ്തതയുള്ളവൻ. ഗുഡ് സർട്ടിഫിക്കറ്റ് കണ്ടോ? ഇത് സ്വർഗത്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടോ? ഇത് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ 4 പേര് കുടുംബം എന്തൊക്കെയാ പറയുന്നത്? എത്ര പേരുടെ കുറ്റും കുശുമയും കുന്നായ്മയും നമ്മൾ പറയുന്നു? എത്ര പേരോട് നമ്മൾ ദേഷ്യം വെച്ചിരിക്കും? എത്ര പേരോട് മിണ്ടാതെ വർഷങ്ങളായിട്ട് നമ്മൾ നടക്കുന്നു? ചർച്ചിൽ പോയാലും ഒരുത്തിന് കൈ കൊടുത്ത് നമ്മൾ സ്തോത്രം പറയാൻ നമ്മൾ ചിന്തിക്കുന്നില്ലേ? അവനോട് ഞാൻ സ്തോത്രം പറയുന്നത്, അവൻ്റെ ഒന്നും ഞാൻ മുഖത്തെ നോക്കത്തില്ല. എങ്ങനെ ദൈവം നമുക്ക് മറുപടി തരുന്നത്? എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്? കുടുംബത്തിൽ നിങ്ങൾ ഭാര്യ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? ഒരുത്തോടത്ത് എങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെ ആത്മാർത്ഥമായി നിങ്ങൾ ദൈവസേന ഇരിക്കുന്നുള്ള യോഗ്യത നമുക്ക് കൊണ്ടുവന്ന് ചിന്തിച്ച്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാകട്ടെ ഇങ്ങനെല്ലാം പറയുന്നത്, വേറൊന്നും കൊണ്ടും അല്ല. അതുകൊണ്ട് നമ്മൾ വിടുതൽ പ്രാപിക്കണം. എൻ്റെ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന എല്ലാവരും വിടുതൽ പ്രാപിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവ് സ്വർഗത്തിന്റെ കലവറ തുറക്കണം. ആരും നശിക്കരുത്, ആരും തകർന്നു പോകരുത്. അതിനുവേണ്ടിയാണ് ഇത്രയും പ്രയാസപ്പെട്ട് പാടുപെട്ട് നിങ്ങൾക്ക് വേണ്ടി ഇരുട്ടോട് എഴുന്നേറ്റിരുന്ന് ഈ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അയച്ചു വയ്ക്കുന്നത്. വേറൊരു ചിന്തയ്ക്ക് വേണ്ടി അല്ല. ഇവിടെ എന്താ പറയുന്നത്? എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്. ആർക്ക് വേണ്ടി? വിശുദ്ധന്മാർക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധി ഉണ്ടോ? സ്വർഗം പറയുന്ന, സ്വർഗം ഏറ്റെടുക്കുന്ന, സ്വർഗം സ്വീകരിക്കുന്ന, സ്വർഗം കൽപ്പിച്ച വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് യോഗ്യരാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു. അടുത്ത് പറയുന്നത്, ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എൻ്റെ നിങ്ങളുടെ ആത്മാവിന്റെ ചിന്ത എന്താണ്? അവനെ നശിപ്പിക്കണം, ഇവനെ തകർക്കണം, അവൻ്റേത് നമ്മൾ പറിക്കണം, ഇവൻ്റേത് പറിക്കണം, അവന് ദ്രോഹം ചെയ്യണം, ഇവന് ദ്രോഹം ചെയ്യണം, അവന്റെ കുറ്റം പറയണം, ഇവന്റെ കുറ്റം പറയണം. എവിടാ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത്, ഈ അതിരാവിലെ സമയത്ത് നിങ്ങൾ ദൈവസമൂഹത്തിൽ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് ഈ വാക്യത്തെ വെച്ച് നമ്മളെ തന്നെ ഒന്ന് നോക്കുക, നമ്മളൊന്ന് കഴുകുക, ശുദ്ധീകരിക്കുക. നമ്മുടെ വീട്ടിലെല്ലാം ഈ പിച്ചള പാത്രങ്ങളുണ്ടല്ലോ, ചെമ്പ് പാത്രങ്ങൾ, അതിനകത്ത് ക്ലാവ് കാണും. അപ്പൊ ആ ക്ലാവ് ഉള്ളതിനകത്ത് ശകലം ഉപ്പോ പുളിയോ ഇട്ടാൽ അതെന്തോ ആകുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ ക്ലാവ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈയം പൂശുന്നത്. നമുക്കറിയാമല്ലോ, ഈയം പൂസിനകത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും ആഹാരം ചെയ്യാം. ഈയം പൂശാത്ത ക്ലാവായി ആരും തിന്നാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. ആ ക്ലാവിന്റെ ആ കറയും ചൊവയും നമുക്ക് വരും. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ഹൃദയം കർത്താവ് നോക്കുമ്പോൾ, പരിശോധിച്ച് നോക്കുമ്പോൾ, എൻ്റെ കുഞ്ഞ് ഇതിന് യോഗ്യമായിട്ടാണ് ഇരിക്കുന്നത്, ഇവന് ഞാനിത് കൊടുക്കാം, ഇത് കൊടുത്താൽ ഇവൻ എന്നെ സ്നേഹിക്കും, ഇവൻ വിശ്വസ്തനായിരിക്കും, ഇവൻ സത്യപരമാർത്ഥമായി എനിക്ക് മുന്നേ അവൻ നിൽക്കും, അവൻ നിശ്ചയം നശിക്കത്തില്ല, അവൻ തകരത്തില്ല, അവൻ എന്നെ വിട്ട് പോകത്തില്ല, എന്നെ തള്ളി പറയത്തില്ല, എന്നെ ദൂഷിക്കത്തില്ല. ആ 9 കുഷ്ഠരോഗി ഓടിപ്പോയതുപോലെ ഇവൻ ഓടിപ്പോകത്തില്ല. ആത്മാർത്ഥമായിട്ട് ഇവൻ ഈ ഞാൻ കൊടുക്കുന്ന ഈ അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായി കാണുമെന്നുള്ളത് ദൈവം ബോധ്യപ്പെടണം. അത് നമ്മുടെ ഹൃദയത്തെ അത് കർത്താവ് നോക്കുന്നത്, നമ്മുടെ ആത്മാവിനെ നോക്കുന്നു, നമ്മുടെ ചിന്തയെ നോക്കുന്നു. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ മറുപടി ലഭിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ മറുപടി. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ ഒരു പ്രയോജനമില്ല. എന്താ പാസ്റ്റർമാരെയോ അല്ലെ പ്രാർത്ഥിക്കുന്നവരോ എന്താ പ്രാർത്ഥന ടീമിനെ ഒന്നും കുറ്റം പറഞ്ഞ ഒരു പ്രയോജനമില്ല. പിള്ളേകൾ, കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് അപ്പനമ്മമാര് നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് പിള്ളേർ ചാടി കയറുക. പിള്ളേരെ അതൊന്നും പറഞ്ഞ് ഒരു അമ്മ അപ്പനല്ല നിങ്ങൾക്ക് മറുപടി തരുന്നത്. സ്വർഗത്തിൽ വേണം മറുപടി വരാൻ. നീ അതിന് യോഗ്യനാണോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് ജോലിയില്ല, വിവാഹമായില്ല, നിനക്ക് കുഞ്ഞില്ല, നീ തകർന്ന് നശിക്കുന്നെങ്കിൽ നീ അതിന് യോഗ്യനാണെന്ന് ചോദിക്കുന്നേ? നീ അതിന് ഒരുക്കമാണെന്ന് ചോദിക്കുന്നേ? ഒരുക്കമാണെങ്കിൽ മാത്രമേ ദൈവം നിനക്ക് തരത്തുള്ളൂ, ഇല്ലെങ്കിൽ ദൈവം തരത്തില്ല. കർത്താവേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സമയത്ത് ഒരു പ്രാവശ്യം ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു കൃപ തന്നതിനായി സ്തോത്രം.
കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. നീ വൻകാര്യത്തെ ചെയ്യണം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, അതിശയങ്ങളെ പ്രവർത്തിക്കണം. ഇന്ന് ഈ വചനത്തെ വെച്ച് എല്ലാവരും ഇരുന്ന് തങ്ങളത് ചിന്തിക്കുവാൻ, ഒന്ന് പരിശോധിച്ച് നോക്കുവാൻ, ഈ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് വേണം. എൻ്റെ കർത്താവ് എന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റവും കൂടെ കാണരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി എത്ര പേർക്ക് ഇന്ന് താല്പര്യമുണ്ട്. നിങ്ങളത് മുട്ടുമടക്കി ഒന്ന് കരഞ്ഞു നോക്കിയേ. ഈ വചനത്തിൻ്റെ മുന്നേ ഒന്ന് താണൊന്ന് വീണ് നോക്കിയേ. എൻ്റെ കർത്താവ് എന്നെ ക്ഷമിക്കണം, എനിക്ക് ഒത്തിരി ദേഷ്യമുണ്ട്, ഞാൻ ഒത്തിരി കള്ളം പറയുന്നുണ്ട്, ഒത്തിരി പേരോട് ഞാൻ ഒത്തിരി പേരെ പിണങ്ങിയിരിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട്, ഒത്തിരി ദോഷം ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ മുന്നേ യോഗ്യനല്ല, സഭയിൽ ഞാൻ യോഗ്യനല്ല, കർത്താവേ സ്തോത്രം, മറ്റുള്ള വിശ്വാസികളുടെ മുന്നേ ഞാൻ യോഗ്യനല്ല, ഒത്തിരി ബലഹീനത എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പച്ചാ, അതെല്ലാം ഒന്ന് ക്ഷമിക്കണേ, ഒന്ന് കഴുകണേ, എന്നെ ഒന്ന് പുതിയൊരു മനുഷ്യനായി എന്നെ മാറ്റണമേ എന്നുള്ള താല്പര്യത്തോട് കരഞ്ഞ് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാനുള്ള കൃപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവച്ചാ, നീ അത് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഓരോ രോഗക്കിടക്ക് വിട്ട് എഴുന്നേൽക്കുമ്പോൾ, രോഗക്കിടക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ രോഗക്കിടക്കല്ല എൻ്റേത്. ദൈവത്തിന് സ്തോത്രം. 18 പ്രാവശ്യം അറ്റാക്ക്, ബോൺ ക്യാൻസർ, കൈകാൽ തളർന്നത്, മരണം, എത്രമാത്രം ഭയങ്കരങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ആ സമയത്തെല്ലാം ഞാൻ കിടക്ക വിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു കല്യാണം നടത്തുന്നത് പോലെ ഭയങ്കര ഡിന്നർ ഞാൻ നടത്തും. ഭയങ്കരമായിരിക്കും അത്. പൈസ ഒന്നും കൈ കാണത്തില്ല, എങ്കിലും എങ്ങനെങ്കിലും ഒരു കല്യാണം പോലെ എനിക്ക് വേണ്ടി കരഞ്ഞവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, ദൈവദാസന്മാർ, വിശ്വാസികളെ എല്ലാവരും, നാട്ടുകാർ, വീട്ടുകാർ എല്ലാം വിളിച്ച് വലിയ വിരുന്ന് നടത്തും ഞാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെന്തെന്ന് ചോദിച്ചാൽ, ഒരൊറ്റ പൈസ പോലും മരുന്ന് രീതിയിൽ ചെലവഴിക്കാതെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ലക്ഷക്കണക്കിന് എനിക്ക് പൈസ ചിലവാകും, ചിലപ്പോൾ ഞാൻ അവിടെ തന്നെ ചത്തുപോകും. ஆனால் ദൈവം തമ്പരാൻ ഒരൊറ്റ പൈസ പോലും എനിക്ക് വേണ്ടി മെഡിക്കൽ രീതി ചെലവഴിക്കാതെ അനേകരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ട് എന്നെ സൗഖ്യമാക്കുമ്പോൾ അതിന് ഞാൻ നന്ദിയുള്ളവനായി കാണണം. വേദത്തിന് അതിനകത്തുള്ള അടിസ്ഥാനങ്ങളുണ്ട്, അതിപ്പോൾ എടുക്കാൻ എനിക്ക് സമയമില്ല. ബൈബിളിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്കിപ്പോൾ എടുക്കാൻ സമയമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനത് ചെയ്യും. ആണ് ഇപ്പോൾ വർഷങ്ങളായി, എത്ര വർഷം എനിക്ക് ഓർമ്മയില്ല, വർഷങ്ങളായി ഞാനിപ്പോൾ രോഗക്കിടക്കയിൽ കടന്നിട്ടില്ല. ക്ഷീണങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ശരീരത്തിൽ ഒത്തിരി അലച്ചിലും ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി ഉറക്കളപ്പുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ബലഹീനങ്ങൾ ശരീരത്തിലുണ്ടെന്നുള്ളല്ലാതെ ഒരു ദിവസം പോലും ഒരു രോഗിയായി ഈ കട്ടിലേക്ക് കടന്ന് വർഷക്കണക്കാവുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുക, അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒട്ടും റെസ്റ്റ് ഇല്ല. കർത്താവിന് കൊടുക്കുന്നതിലും അധ്വാനിക്കുന്നതിലും അതേ ഉറക്കളയ്ക്കുന്നതിലും ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതിനുവേണ്ടി മനഃപൂർവ്വമായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് യാചിച്ചാലും കർത്താവ് തരുന്നുണ്ട്, ചോദിക്കുന്നതിന് മുന്നേ കർത്താവ് തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളും ആ സ്ഥാനത്തിലേക്ക് വരിക, നന്ദിയുള്ള കുഞ്ഞുങ്ങളായി മാറുക. ഇപ്പം എനിക്ക് ഇന്ന് 69 വയസ്സ് കഴിഞ്ഞ് 70ാമത്തെ വയസ്സിലേക്ക് എൻ്റെ കാലെടുത്ത് വയ്ക്കുകയാണ്. 69 കഴിഞ്ഞു. ഈ 69 തിരിഞ്ഞു നോക്കിയാൽ ഭയങ്കരമായിരിക്കും. അത് വർണ്ണിക്കാനും വിവരിക്കാനും എനിക്കിവിടെ സമയവും നാളും പറ്റത്തില്ല. അതുപോലാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തമ്മിൽ എന്നെ കൊണ്ടുവന്നത്. കുഞ്ഞു വയസ്സ് തൊട്ട്, എൻ്റെ കുഞ്ഞ് ജനിച്ച സമയം തൊട്ട് എനിക്ക് വന്ന പരീക്ഷകൾ കുറച്ചൊന്നുമല്ല. എത്ര മരണം. ആ മരണത്തിൻ്റെ വെളിമ്പിന്ന് തട്ടിയെടുത്ത് ഇന്ന് എന്നെ കൈപിടിച്ച് 70ാമത്തെ വയസ്സിലേക്ക്, വർഷത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുക എൻ്റെ കർത്താവ്. എത്ര സ്തുതിച്ചാലും എത്ര പാടിയാലും എനിക്ക് മതി വരത്തില്ല. എത്ര കോടി ദൈവത്തിന് കൊടുത്താലും എനിക്കതിന് മതി വരത്തില്ല. അതുപോലെ എൻ്റെ ദൈവം എനിക്ക് നന്മ ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ചെയ്തു, എൻ്റെ ഭവനത്തിൽ ചെയ്തു, എൻ്റെ ശുശ്രൂഷകളിൽ ചെയ്യുന്നു. എന്നെ എല്ലായിടത്തിലും കർത്താവ് എനിക്ക് നല്ലവനായിരിക്കാൻ കാരണം ആ ദൈവത്തെ എന്നെ സ്തുതിക്കാതിരിക്കാൻ പറ്റരുത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ പോകരുത്. നിങ്ങൾ നശിക്കരുത്, നിങ്ങൾ തകരരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്. നിങ്ങളുടെ വിഷയത്തിന് മറുപടി വേണം, നിശ്ചയമായിട്ട് മറുപടി വേണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എത്ര വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു, മറുപടിയില്ല. ഇനി എത്ര നാളെ പ്രാർത്ഥിക്കും, ഇനി എത്ര നാളെ ഉപവസിക്കും, എത്ര നാളെ കരയുന്നു? വേണ്ട. ഈ ഒരൊറ്റ വാക്യത്തിന് മുന്നേ നിങ്ങൾ മുട്ടുമടക്കിയാൽ മതി. എൻ്റെ കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങോട്ട് മുട്ടുമടക്കി കരഞ്ഞ് ആരോടെല്ലാം ദേഷ്യം, ആരോടെല്ലാം പിണക്കം, നമ്മുടെ ഹൃദയത്തിൽ ആരോടെല്ലാം നമ്മൾ എന്തൊക്കെ വെച്ചിരിക്കുന്നു അതെല്ലാം അങ്ങോട്ട് വാരി എറിഞ്ഞങ്ങോട്ട് കളയണം. അന്ന വന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവിടെ ഹൃദയത്തിലുള്ളതെല്ലാം അങ്ങോട്ട് ഊറ്റിയപ്പോഴല്ലേ അത്ഭുതം നടന്നത്. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ 1211ാമത്തെ ദിവസം നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം അങ്ങോട്ട് ഊറ്റണം. നമ്മുടെ പാത്രം ഒന്ന് കഴുകണം, ആ ക്ലാവെല്ലാം അങ്ങോട്ട് മാറ്റണം, അഴുക്കെല്ലാം അങ്ങോട്ട് മാറ്റണം, പായൽ പിടിച്ചെങ്കിൽ അതെല്ലാം അങ്ങോട്ട് എടുത്ത് കളയണം, കറയെല്ലാം അങ്ങോട്ട് മാറ്റി ദൈവസ്ഥ രക്തത്താലെ കഴുകി ദൈവത്തിന്റെ തീക്ക് മുന്നേ അങ്ങോട്ട് പോയി ഇരുന്ന് അവന്റെ വചനത്തിന് മുന്നേ മുട്ടങ്ങോട്ട് മടക്കി എൻ്റെ ദൈവമേ എന്നങ്ങോട്ട് കരമുയർത്തുമ്പോൾ നിന്റെ അരികത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് സ്തോത്രം ആമേൻ കണ്ണുനീരോട് നമുക്ക് വേണ്ടി യാചന ചെയ്യാൻ തുടങ്ങും. ആ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ കേൾക്കും. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച് നോക്കും. എൻ്റെ കുഞ്ഞ് റെഡിയാണ്, എൻ്റെ കുഞ്ഞിന് ഒരുങ്ങിയിട്ടുണ്ട്, ഇനി അവൻ്റെ ഇതിൽ ഒരു കുറ്റമില്ലെന്ന് പറഞ്ഞു ഉടനെ തന്നെ യേശുവച്ചൻ നമുക്ക് മറുപടി തരും. നിങ്ങൾ ക്ഷീണിക്കത്തില്ല, നിങ്ങൾ തകരത്തില്ല.
പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങളുടെ തലമുറ നശിക്കത്തില്ല, കുഞ്ഞുങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങൾ നന്നായിരിക്കണം, ആരോഗ്യമായിരിക്കണം, ദീർഘായുസ്സോടെ ഇരിക്കണം, ഐശ്വര്യവാന്കളായി നിങ്ങൾ മാറണം, കൃപയിൽ നിങ്ങൾ നിൽക്കണം, ദൈവത്തിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം, ഭവനം കുടുംബമായി വരവിന് വേണ്ടി പ്രത്യാശയോടെ നിൽക്കണം. ആമേൻ. ദൈവകൃപ നമ്മളോടുകൂടെ ഇരിക്കണം. അവന്റെ തിരുസാന്നിധ്യം, അവന്റെ ദൈവസ്നേഹം നമ്മളെ വിട്ട് മാറിപ്പോകരുത്. ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവത്തിന്റെ പാദത്തിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് നമ്മൾ വേര് കുത്തി അങ്ങോട്ട് നിൽക്കുമ്പോൾ, കാലുകുത്തി നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ ക്ഷീണിതരാകുവാൻ, തളരുവാൻ, കൈവിടപ്പെടുവാൻ, മറക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. രക്തത്താല മുദ്രയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. വെച്ചാൽ ഇന്നത്തെ ദിവസം ഈ വചനത്തിന് മുന്നേ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മുട്ടുമടക്കട്ട്. കർത്താവേ, തടസ്സങ്ങളായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ. സ്വർഗത്തിന്റെ കലവറ തുറക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞ് ലഭിക്കട്ടെ, ജോലിയില്ലാത്തവർ ജോലി ലഭിക്കട്ടെ. കർത്താവേ, ഭവനമില്ലാത്തവർക്ക് ഭവനം, അവർക്ക് എന്തൊക്കെ വേണമോ അത് ലഭിക്കട്ടെ. വെച്ചാ രോഗക്കിടക്കെല്ലാം മാറട്ടെ. വെച്ചാ തീരാതെ മരണത്തിന്റെ കണ്ണികളും തെറിക്കട്ടെ. വെച്ചാ അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. വിടുതലിന്റെ കരം ഇപ്പൊ തൊട്ടതിനായി സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കാനായി സ്തോത്രം. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്നത്തെ പ്രാർത്ഥന എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. വിശ്വാസത്തോട് കരങ്ങളേൽപ്പിക്കുന്നു. വൻ കാര്യങ്ങൾ താഴ്ത്തുകയാണ്. സകല മഹത്വവും തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്നെല്ലാവരും ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് ദീർഘായുസ്സ് തരണം. വരുന്ന 11-ാം തീയതി തൊട്ട് 30-ാം തീയതി വരയ്ക്കും കഠിനമായിട്ടുള്ള വലിയ കൺവെൻഷനാണ്. 4 ദിവസം മീറ്റിങ്ങിൽ തുടർന്ന് പ്രസംഗിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന അയക്കണം. എല്ലാം ഒത്തിരി ബിസിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ബലനും കൃപയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദയവ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.